രാമങ്കരി, ചേന്നങ്കരി, മാമ്പഴക്കരി, മൊത്തത്തിൽ കുട്ടനാട് കൊള്ളാം. നല്ല താറാവർച്ചിയും ചമ്പാവരി ചോറും നിന്ന് ശരീരം ഒന്ന് നന്നാക്കണം. ശരീരം നന്നാക്കാനല്ല, കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആദ്യം ശരീരം നന്നാക്കുക, എന്നിട്ട് കർഷക തൊഴിലാളികളെ നന്നാക്കുക, എന്നിട്ട് പിന്നെ പോലീസിന്റെ ഇടി കൊണ്ട് മെലിയുക. ഇയാളുടെ ഒരു കാര്യം. ഇത് സഹാവ് ശിവൻ, സഹാവ് മായഞ്ചേരി. ഇത് ഞാൻ പറഞ്ഞില്ലേ പൊടിയൻ. എന്നാ ഞാൻ വിട്ടോട്ടെ, വീട്ടിൽ പിള്ളേർ മാത്രമേ ഉള്ളൂ. ബന്ധപ്പെട്ടോളാം. പൊടിയ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓ പാം. ചെയ്യുന്ന ജോലിക്ക് ന്യായമായ കൂലി ചോദിച്ചു വാങ്ങണം. തൊഴിലാളി സ്ത്രീകളെ ജന്മിമാർ മാനഭംഗപ്പെടുത്തുന്നത് തടയണം. ഈ അന്യായത്തിനെതിരെ ശബ്ദിച്ചാൽ കൊന്നു കുഴിച്ചു മൂടുന്ന കായൽ രാജാക്കന്മാരുടെ കൊടും ക്രൂരതകൾ അവസാനിപ്പിക്കണം. ഇതിനെതിരെ നമ്മൾ തയ്യാറാവണം. തൊഴിലാളി വർഗം തയ്യാറാവണം. നമ്മൾ സംഘടിക്കണം. അങ്ങനെ പണിക്കാരും പാടത്തിറങ്ങുന്നില്ല. പാടത്തിറങ്ങുന്നില്ലേ? ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. പണിക്കാരെല്ലാം കമ്മ്യൂണിസ്റ്റുകളായി. കൂലി കൂട്ടി കൊടുത്തെങ്കിലേ പാടത്തിറങ്ങൂന്ന്. നമ്മുടെ പിള്ളേന്മാരോ കാളിയും കൊച്ചുകുട്ടിയും ശങ്കരനും എല്ലാം അവരുടെ കൂടാ. തൊഴിലാളികളെ തോന്നിയാസം പഠിപ്പിക്കാൻ ആലപ്പുഴ നൃത്തം വന്നിട്ടുണ്ട്. ഓഹോ, എങ്കിൽ അവൻ കൂടുതൽ പഠിപ്പിക്കുന്നതിന് മുമ്പേ കൊലയന്മാരെ നമുക്കറിയാമെന്ന് നമുക്ക് പഠിപ്പിക്കാം. മുതലാളി, തമ്പേങ്ങത്തെ മുതലാളി. ആരാടാ ഈ പാതിരാത്രിക്ക്? അടിയനാണ് തമ്പ്ര, ശിവൻ. അങ്ങൊന്ന് നെല്ലുപുരയിൽ കെട്ടിത്തൂക്കി പുഴുങ്ങാനായിട്ടിരുന്ന പണിക്കാരെ അഴിച്ചുകൊണ്ട് പോന്നു. പകരം അങ്ങേത്താടെ ചട്ടമ്പിമാരെ തന്നെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. മാപ്പാക്കണം. ഓഹോ, അപ്പൊ നീയാണല്ലടോ വരുത്തൻ നേതാവ്. എടാ, എന്റെ പെലയന്മാരെ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. ഞാനാ അവന്മാർക്ക് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത്. കെട്ടിത്തൂക്കിയെന്നിരിക്കും, ചിലപ്പോ കൊന്ന് കാലിൽ താത്തിയെന്നിരിക്കും. അതെന്റെ അവകാശപ്പെടാ. കർഷക തൊഴിലാളികളായ ഞങ്ങളുടെ സഹാക്കളെ സംരക്ഷിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശമാണ്. ചെല്ലും ചെലവും കൊടുക്കുന്ന കാര്യം പറഞ്ഞ് ഇനി ഒരു തൊഴിലാളിയെ തല്ലി ചതച്ചാൽ ഇന്ന് കെട്ടിത്തൂക്കിയ തന്റെ ചട്ടമ്പികളെ ആണെങ്കിൽ ഇനി തൂക്കുന്നത് തന്നെയായിരിക്കും. കേട്ടടാ. നമ്മുടെ തൊഴിലാളികൾ പാടത്ത് പണിക്കിറങ്ങാതെ അവന്റെ കൂടെ ചുവന്ന കൊടിയും പിടിച്ചു നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിയാ. കൊയ്ത്ത് മുടങ്ങിയാൽ നമ്മൾ കുഴയും. അതുകൊണ്ട് അവന്മാരിപ്പൊ ചോദിക്കുന്ന അങ്ങ് ഇട്ടുകൊടുത്താ തൽക്കാലം ഒതുങ്ങും. നമ്മൾ ആവശ്യപ്പെട്ട കൂലി വർധനവ് തരാമെന്ന് മുതലാളിമാർ സമ്മതിച്ചിരിക്കുന്നു. കുട്ടനാട് കർഷക തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, കുട്ടനാട് കർഷക തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. മാഞ്ചേരി, ഞാനാ ഉണ്ണുണ്ണി. ഏതുണ്ണുണ്ണി, എന്തുണ്ണി, എവിടുന്നുണ്ണി? സഖാ ഉണ്ണുണ്ണി. സഖാവാണ്. അടയാളവാക്യം പറ. ബീഡി, ബീഡി, തീപ്പെട്ടി. തീപ്പെട്ടി. അത് ഞാൻ വലിക്കാം. സത്യം പറ. ദിവാനയച്ച സീഡി അല്ലേ? ഉണ്ണുണ്ണി മീശ വെച്ച് സഖാവായതാണല്ലേ? നന്നായിട്ടില്ലേ മീശ? നന്നായിട്ടുണ്ട്. അതെയല്ലേ. നമ്മുടെ ശിവനില്ലേ ഇവിടെ? ചെറിയുണ്ട്. എന്താ ഒരു കത്തുണ്ട്. അത്യാവശ്യമായി ശിവകാമി തന്നയച്ച.
ഭാഗ്യത്തിന്റെ കല്യാണം ഉറപ്പിച്ചു. അവക്ക് എന്നെ കാണണമെന്ന് ശിവകാമയ്ക്ക് എഴുതി. നന്നായി. പോണം സഖാവേ. ഒറ്റ പെങ്ങളല്ലേ ഉള്ളൂ, പോയി കാണണം. അണ്ണാ, നിന്നെ ഒന്ന് കാണാൻ വന്നത്, കയറുന്നില്ല. ഒരു കല്യാണം ഞാൻ കാരണം മുടങ്ങി. ഇനി ഒന്നുകൂടി മുടങ്ങണ്ട. അതായി രാത്രി വന്നത്. ഞാനിപ്പോ തന്നെ മടങ്ങിപ്പോ. ശിവ, കേരള. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. നല്ല ബന്ധാ മോനെ. കുട്ടിയെ വന്ന് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരൊന്നും ആവശ്യപ്പെട്ടുമില്ല, ഞാനങ്ങ് ഉറപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. ശിവം വല്ലതും കഴിച്ചോ? തൊട്ടു തൊഴുതോളൂ. മോളെ, ഒരുപാടൊക്കെ തരണമെന്നുണ്ട്. പക്ഷെ അണ്ണന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പോട്ടെ അണ്ണ. നിനക്ക് എങ്ങനെ ധൈര്യം ഇക്കാര്യം എന്നോട് പറയാൻ? ഊണൂര് പൊട്ടിച്ചെറിഞ്ഞ് സഭയെ ധിക്കരിച്ചിറങ്ങിപ്പോയ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരപ്പാടിനോടി എന്റെ വരുമാനം നീ കണ്ടുവച്ചിരിക്കുന്നത്. കൊന്നുകളയും നിന്നെ ഞാൻ. ഇനി അവന്റെ കാര്യം സംസാരിച്ചാൽ ആയുഷ്കാലം മുഴുവൻ വീട്ടിലിട്ട് പൂട്ടും ഞാൻ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അപ്പൊ സമ്മതിക്കില്ല മോളെ.